നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ശിശുവികാസത്തിൻ്റെ തിയറി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമുള്ള MCQs ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സൈക്കോളജി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലോട്ട് കിടക്കാം. 20 ചോദ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഏത് പ്രായത്തെയാണ് ആദ്യ ബാല്യം എന്ന് വിളിക്കുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് ഏത് പ്രായമാണ്? ഓപ്ഷൻ എ 0 മുതൽ 3 വയസ്സ് വരെ, ബി 3 മുതൽ 6 വയസ്സ്, സി 6 മുതൽ 9, ഡി 9 മുതൽ 12. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3 മുതൽ 6 വയസ്സ് വരെയാണ് ആദ്യ ബാല്യം. രണ്ടാമത്തെ ചോദ്യം: വികാസം തലയിൽ നിന്ന് തുടങ്ങി പാദത്തിലേക്ക് നീങ്ങുന്ന ക്രമം ഏതാണ്? പ്രോക്സിമോ ഡിസ്റ്റൽ, സെഫാലോക്ലോഡൽ, ക്യുമുലേറ്റീവ്, പ്രെഡിക്റ്റബിൾ. കുട്ടിയുടെ വികാസം തലയിൽ നിന്ന് തുടങ്ങി പാദത്തിലേക്ക് എത്തുന്നത് ഓപ്ഷൻ ബി ആണ്, സെഫാലോക്ലോഡൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഞാൻ എൻ്റേത് എന്ന അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് തോട്ട് പ്രകടമാകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ബാല്യം, ബി കൗമാരം, സി ശൈശവം, ഡി യൗവനം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ശൈശവം. അടുത്ത ചോദ്യം: കോശവിഭജനം മൂലം ശരീരത്തിലുണ്ടാകുന്ന ഗണാത്മകമായ മാറ്റം ഏതാണ്? ക്വാണ്ടിറ്റേറ്റീവ് മാറ്റം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വികാസം, ബി പഠനം, സി പരിപക്വനം, ഡി വളർച്ച. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വളർച്ച. ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ വികാസം നടക്കുന്നത് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ കഴുത്തുറയ്ക്കുക, ബി നിൽക്കാൻ പഠിക്കുക, സി കൈപ്പത്തിയും വിരലുകളും ചലിപ്പിക്കുക, ഡി കണ്ണ് തുറക്കുക. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കൈപ്പത്തിയും വിരലുകളും ചലിപ്പിക്കുക. ആറാമത്തെ ചോദ്യം: കളിക്കോപ്പുകൾക്ക് ജീവനുണ്ടെന്ന് കരുതി പെരുമാറുന്ന അല്ലെങ്കിൽ എനിമിസം സവിശേഷമായ ഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ശൈശവം, ബി ആദിബാല്യം, സി മധ്യബാല്യം, ഡി അന്ത്യബാല്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആദിബാല്യം. അടുത്ത ചോദ്യം: വീരാരാധന പ്രബലമാകുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ആദിബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം, ശൈശവം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അന്ത്യബാല്യത്തിലാണ്. അടുത്ത ചോദ്യം: വികാസക്രമം രേഖീയമല്ല, മറിച്ച് ഡാഷ് ആണ്. ലംബം അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണോ, ചാക്രികം സ്പൈറൽ ആണോ, സ്ഥിരം സ്റ്റാറ്റിക് ആണോ, ദീർഘചതുരമാണോ? വികാസക്രമം ചാക്രികം അല്ലെങ്കിൽ സ്പൈറൽ ആണ്. അടുത്ത ചോദ്യം: ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള വികാസഘട്ടം ഏതാണ്? ശൈശവം, ബി പ്രാഗ്ജന്മഘട്ടം, സി ബാല്യം, ഡി വാർദ്ധക്യം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രാഗ്ജന്മഘട്ടം. അടുത്ത ചോദ്യം: ഗുണപരമായ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ വളർച്ച, ബി വികാസം, സി ക്രോമസോം, ഡി മാപനം. ഗുണപരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ബി വികാസം ആണ്. 11ാമത്തെ ചോദ്യം: ഒരു മേഖലയിലെ വികാസം മറ്റൊരു മേഖലയെ സ്വാധീനിക്കുന്നു. ഇത് ഏത് തത്വമാണ്? എ വികാസം സഞ്ചിതമാണ്, ബി വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, സി വികാസം പ്രവചനീയമാണ്, ഡി വികാസം അനുസ്യൂതമാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം: സമപ്രായ സംഘ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നത് എപ്പോൾ? പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എപ്പോഴാണ് ശക്തമാകുന്നത്? ഓപ്ഷൻ എ ശൈശവം, ബി ആദിബാല്യം, സി അന്ത്യബാല്യം, ഡി പ്രാഗ്ജന്മഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അന്ത്യബാല്യം. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം: കഴുത്തുറയ്ക്കുക എന്നത് ഏത് വികാസക്രമത്തിന് ഉദാഹരണമാണ്? എ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം,
ബി ശിരോപാദ ദിശാക്രമം, സി ചാക്രിക ക്രമം, ഡി രേഖീയ ക്രമം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശിരോപാദ ദിശാക്രമം. അടുത്ത ചോദ്യം, വികാസം എന്തിൻ്റെ എല്ലാം ഗുണനഫലമാണ്? ഓപ്ഷൻ എ വളർച്ച പഠനം, ബി പാരമ്പര്യം പരിസരം, സി ബുദ്ധി ആരോഗ്യം, ഡി ഭക്ഷണം വിശ്രമം. വികാസം പാരമ്പര്യത്തിൻ്റെയും പരിസരത്തിൻ്റെയും ഫലമാണ്. അടുത്ത ചോദ്യം 15-ാമത്തെയാണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച ഏകദേശം ഏത് പ്രായത്തിൽ പൂർണ്ണമാകുന്നു? ഓപ്ഷൻ എ 2 മുതൽ 3 വയസ്സ്, ബി 12 മുതൽ 14 വയസ്സ്, സി 7 മുതൽ 8 വയസ്സ്, ഡി 20 വയസ്സ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 7 മുതൽ 10 വയസ്സ് എന്നുള്ളത്. അടുത്ത ചോദ്യം, പഠന അനുകൂല നിമിഷം ടീച്ചബിൾ മൊമെൻറ്റ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എ പരിപക്വനം, ബി സ്കൂൾ കെട്ടിടം, സി പരീക്ഷാഫലം, ഡി അധ്യാപകൻ്റെ ശമ്പളം. പഠന അനുകൂല നിമിഷം എന്ന് പറയുന്നത് എ ആണ്, പരിപക്വനം അല്ലെങ്കിൽ മെച്ചുറേഷനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ജനനം മുതൽ 2 മുതൽ 3 വർഷം വരെയുള്ള വികാസഘട്ടം ഏതാണ്? ഓപ്ഷൻ എ ബാല്യം, ബി ശൈശവം അഥവാ ഇൻഫൻസി, സി കൗമാരം, ഡി പ്രാഗ്ജന്മഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശൈശവം അല്ലെങ്കിൽ ഇൻഫൻസി. 18-ാമത്തെ ചോദ്യം, വികാസം സാമാന്യത്തിൽ നിന്ന് ഡാഷിലേക്ക് നീങ്ങുന്നു. എ ശൂന്യത, ബി മൂർത്തം, സി വിശേഷം, ഡി പാരമ്പര്യം. പാരമ്പര്യം അല്ല, വികാസം സാമ്യത്തിൽ നിന്ന് വിശേഷം അല്ലെങ്കിൽ സ്പെസിഫിക്കിലേക്ക് നീങ്ങുന്നു. 19-ാമത്തെ ചോദ്യം, ആദ്യകാല വികാസങ്ങൾ ഒന്നു ചേർന്ന് തുടർന്നുള്ള വികാസം സാധ്യമാകുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ എ രേഖീയം, ബി സഞ്ചിതം, സി വശങ്ങളിലേക്ക്, ഡി വിഭജനം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സഞ്ചിതം അല്ലെങ്കിൽ ക്യുമുലേറ്റീവ്. 20-ാമത്തെ ചോദ്യം, ഏത് ഘട്ടത്തിലാണ് ഭാഷാശേഷി വികാസം ആരംഭിക്കുന്നത്? കുട്ടിയുടെ ഭാഷാശേഷി ഓപ്ഷൻ എ പ്രാഗ്ജന്മഘട്ടം, ബി ശൈശവം, സി അന്ത്യബാല്യം, ഡി വാർദ്ധക്യം. ഭാഷാശേഷി ഓപ്ഷൻ ബി ശൈശവത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കുക. ഓക്കെ, താങ്ക് യു.